സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതിയും ദേവികയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് പ്രഭാവതി ദേവികയോട് നല്ല സ്നേഹമായിട്ട് പെരുമാറാനും തുടങ്ങി. അതിനുശേഷം ദേവിക വീട്ടിൽ ചെല്ലുമ്പം രാധികയ്ക്കും മാധവനും ശാരികയ്ക്കൊക്കെ ഇത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞ് രാധികേനെയൊക്കെ വിളിക്കുമ്പം അവർ പറയുന്നുണ്ട് ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ അത് TV-യിൽ കണ്ടോളാമെന്നും പറഞ്ഞ് ദേവികയും നന്ദനും കൂടി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. പോണ വഴിക്കാണ് അവരുടെ വണ്ടി ഒരു വയസ്സായ സ്ത്രീയെ ഇടിച്ച് അവർക്ക് നല്ല പരുക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തുന്ന സമയത്ത് ഇവർക്കാണെങ്കിൽ അവിടെ നിന്ന് പോകാനും പറ്റണില്ല. പാർട്ടി ഓഫീസിൽ നിന്ന് സിദ്ധാർത്ഥം വിളിക്കുന്ന സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അച്ഛാ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് പോരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ തന്നെ പാർട്ടി ഓഫീസിൽ നിന്ന് ആളുകളെ വിടാം, അവർ വന്നതിന് ശേഷം നിങ്ങൾ പോരെയെന്ന് പറയുന്നുണ്ട്. എന്നാലും ദേവികയും നന്ദനും അവരെ ആ ഒരു അവസ്ഥയിൽ അവിടെ വിട്ടിട്ട് വരാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ പോകുന്നില്ല. പിന്നീട് ഗിരീഷൻ വിളിക്കുമ്പോഴും അതേ കാര്യങ്ങൾ തന്നെ ഗിരീഷിനും പറയുന്നുണ്ട്, എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ, നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുമെന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, പാർട്ടി ഓഫീസിൽ നിന്ന് ആളുകളെല്ലാം ഇപ്പോൾ വരും, അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ പോകുമെന്ന് പറയുമ്പം ഗിരീഷിനാണ് ഈ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം, ഞാനവിടെ നിൽക്കാൻ, നിങ്ങൾ പോയിക്കോ എന്ന് പറയുമ്പം വേണ്ട ഗിരിയേട്ടാ, ഇപ്പോൾ അവരെല്ലാവരും ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ട് പോന്നോളാന്ന്. അതേസമയം രജനിയാണ് ഈ പ്രഭാവതിയോട് പറയുന്നുണ്ട്, ദേവികയുടെ വിജയം അത്ര നല്ലതല്ല എന്ന് തോന്നുന്നു, എന്തോ ഒരു തടസ്സം പോലെ, അതല്ലേ ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് പോയപ്പോൾ തന്നെ അവർക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചത്, അതെന്തിൻ്റെയൊക്കെ സൂചനയാണെന്ന് എനിക്ക് തോന്നുന്നു അമ്മേന്ന്. ആ സമയത്ത് പ്രഭാവതി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട്, അതൊന്നുമില്ല, നിനക്കതൊക്കെ നിൻ്റെ തോന്നല, എന്തായാലും മേഡം തോറ്റതിൻ്റെ വിഷമം നീ ഇങ്ങനെയെങ്കിലും പറഞ്ഞ് തീർത്തോ എന്ന് പറയുന്നു. അതിനുശേഷം ഗിരി പോയി കഴിഞ്ഞതും പ്രഭാവതി രജനിയോട് പറയുന്നുണ്ട്, എനിക്കും അതിലെന്തൊക്കെയോ ഒരു ഇത് തോന്നുന്നുണ്ട്, കാരണം ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ജയിക്കുകയും ചെയ്തു, അതിനുശേഷം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത് എന്തോ ഒരു ആപത്ത് വരുന്നതിൻ്റെ സൂചനയായിട്ടാണ്, എന്തായാലും ഒന്ന് സൂക്ഷിക്കണം, ഞാനൊന്ന് ദേവികയെ വിളിക്കട്ടെ എന്ന്. ഇതേസമയം നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ ഈ ദേവികയുടെ ആക്സിഡൻറ്റ് കേസൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അരുന്ധതി CP-യോട് പറയുന്നുണ്ട്, ദേവിക സത്യപ്രതിജ്ഞ കഴിഞ്ഞ് MLA ആയി കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദേവികയെ ഉപയോഗിക്കും, ദേവിക ഞാൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കും, അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, ദേവിക എൻ്റെ കയ്യിലെ പാവ മാത്രമായിരിക്കും. ആദ്യം ഞാൻ ദേവികയ്ക്ക് ഇവിടെ ജോലി കൊടുത്തത് തന്നെ പ്രഭാവതിയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ പിന്നീട് ദേവികയുടെ സ്വഭാവമൊക്കെ എനിക്ക് മനസ്സിലായതും ഞാൻ പിന്നെ അത് മാറ്റി വയ്ക്കുകയോ ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ ദേവികയെ ഉപദ്രവിക്കാതെ വെറുതെ വിട്ടത് തന്നെ. ഇനിയിപ്പോൾ എന്തായാലും ദേവികയെ വെച്ച് തന്നെ ഞാൻ പ്രഭാവതിയോട് പ്രതികാരം ചെയ്യുന്നു. ഈ സമയം ഋഷി അങ്ങോട്ട് വരുന്നുണ്ട്. ഋഷി എന്നിട്ട് ഈ അരുന്ധതിയോട് പറയുന്നുണ്ട്, അതൊക്കെ അമ്മയുടെ വെറൊരു തോന്നൽ മാത്രം, ദേവികയ്ക്ക് ആ പ്രഭാവതിയെ ഭയങ്കര കാര്യമാണ്, ഭയങ്കര സ്നേഹത്തിലാണ് പ്രഭാവതിയെ കൊണ്ടുപോയി നടക്കുന്നതും, അതുകൊണ്ട് തന്നെ പ്രഭാവതിക്കെതിരെ ദേവികയെ തിരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. എന്ന സമയം അരുന്ധതി പറയുന്നുണ്ട്, പ്രഭാവതിക്ക് ഞാൻ ഇതിലും വലിയ ശിക്ഷയെ കൊടുക്കാൻ പോകുന്നത്, അവളുടെ കുടുംബത്തിൽ തന്നെ അവളെ തോൽപ്പിക്കാനായിട്ടൊരു ശത്രുവിനെ ഞാൻ ഉണ്ടാക്കിയെടുക്കും, അങ്ങനെ ആകുമ്പോൾ അവൾക്ക് പിന്നെ മരണയാതനയായിരിക്കും കിട്ടാൻ പോകുന്നത്, അവൾ മരിക്കുമില്ല, മരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ അവളെ ജീവിപ്പിക്കും, അതെൻ്റെ ഒരു വാശിയാണ്. ആ സമയം CP പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലേ മേഡം, ഇപ്പോൾ ദേവികയാണെങ്കിൽ MLA ആയി, പ്രഭാവതി ദേവികയുടെ മുന്നിൽ തോക്കുകയും ചെയ്തു, നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം പ്രഭാവതിയെ തോൽപ്പിക്കണം എന്നല്ലായിരുന്നോ, അത് നടന്നു, ഇനിയും നമ്മൾ അവരുടെ പുറകെ പോകണോ മേഡം, എന്തായാലും പകരത്തിന് പകരം ആയില്ലേ, അതുമാത്രമല്ല ഇനിയിപ്പോൾ ഋഷീനെ വണ്ടി ഇടിപ്പിച്ചതിൻ്റെ പേരിൽ കേസിനൊന്നും നമുക്ക് പോകാനും പറ്റില്ല, മേഡം സ്റ്റേഷനിൽ ചെന്ന് എല്ലാം എഴുതി ഒപ്പിട്ട് കൊടുത്തില്ലേന്ന്. ആ സമയത്ത് ഋഷി ചോദിക്കുന്നുണ്ട്, എന്തൊപ്പിട്ട് കൊടുത്തെന്നാണ് CP പറയണേന്ന്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, അതൊന്നുമില്ല ഋഷി, മോൻ പോയിക്കോ, ഞങ്ങൾ വേറെ കാര്യം സംസാരിക്കണേന്ന് പറയുമ്പം, അല്ല അമ്മ എന്തോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്, എനിക്കത് അറിഞ്ഞേ പറ്റൂ, അമ്മ എന്തോ ഒപ്പിട്ട് കൊടുത്തു എന്നാണ് പറയണേന്ന് ചോദിക്കുമ്പം, അത് വേറെ ഒന്നുമല്ല പ്രഭാവതി നിൻ്റെ ആക്സിഡൻറ്റ് കേസ് പോലീസിൽ സമ്മതിച്ച് കീഴടങ്ങാൻ പോയതാണ്, അവളെ അങ്ങനെ കീഴടങ്ങി ജയിലിലേക്ക് വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിലെനിക്ക് പരാതിയില്ല, അതങ്ങനെ ഒരു ആക്സിഡൻറ്റും അല്ല, യാദർശികമായി സംഭവിച്ച അപകടമാണെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തു. അത് കേട്ടത് ഋഷിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഋഷി ചോദിക്കുന്നുണ്ട്, അമ്മ ഇതെന്ത് പണിയാണ് ചെയ്തത്, അവരെങ്ങനെ ജയിലിൽ പോയിക്കോളൂല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം, അവളെ ജയിലിലേക്ക് വിടാനല്ല ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ട് അവളുടെ പുറകെ ഇവിടെ എത്തിയത്, അവൾക്ക് മരണയാതന കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അത് അവൾ അറിഞ്ഞേ മരിക്കാവുള്ളൂ. ഇതേസമയം സത്യപ്രതിജ്ഞാ ചടങ്ങിന് ദേവികനെ കാണാഞ്ഞിട്ട് സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഇങ്ങനെ വേവലാതി പിടിച്ച് നടക്കുകയാണ്. അന്നേരം പാർട്ടി പ്രസിഡൻറ്റും അതുപോലെ മന്ത്രിയും പ്രവർത്തകരെല്ലാം വന്നിട്ട് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, സിദ്ധാർത്ഥ ദേവിക എവിടെ, സത്യപ്രതിജ്ഞയ്ക്കുള്ള സമയമായി, എന്താ ഇത്രയും നേരമായിട്ട് വരാത്തതെന്ന് ചോദിക്കുമ്പോൾ, അത് നന്ദനും ദേവികയും വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അതുകൊണ്ട് അവരിപ്പോൾ ഹോസ്പിറ്റലിലാണ്, ആ സ്ത്രീക്ക് ഇത്തിരി ഗുരുതരമാണെന്ന് പറഞ്ഞാൽ അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായിട്ടേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ, ഇനിയിപ്പോൾ ഞാൻ പാർട്ടിക്കാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അവർ
അവർ ചെന്നതും ദേവിക ഇങ്ങോട്ട് വന്നോളൂ എന്ന്. അതേസമയം ആസ്പത്രിയിലാണെങ്കിൽ ആ ഒരു വൃദ്ധയായ സ്ത്രീക്ക് എന്തൊക്കെയോ ഗുരുതരമായ പരിക്കുകൾ തന്നെ പറ്റിയിട്ടുണ്ട്. അന്നേരം ഡോക്ടർ വന്ന് പറയുന്നുണ്ട് ഇവരെ എത്രയും പെട്ടെന്ന് ICUയിലേക്ക് മാറ്റണം, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിന്നേ പറ്റൂ. ആ സമയം ദേവിക ഡോക്ടറോട് പറയുന്നുണ്ട് ഇന്ന് എനിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങുള്ളതാണ്, അതുകൊണ്ട് കൃത്യസമയത്തിന് എനിക്ക് അവിടെ എത്തിയേ പറ്റൂ മാഡം, അതുകൊണ്ട് ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പോകണമെങ്കിൽ പോയിക്കോ, കൂടെ ആരെങ്കിലും ഇവിടെ നിന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ നന്ദൻ നിൽക്കാമെന്ന് വിചാരിക്കുമ്പം ദേവിക പറയുന്നുണ്ട് നന്ദു ഇവിടെ നിന്നാൽ പിന്നെ ഞാൻ എങ്ങനെ പോകും, എന്തായാലും നന്ദും കൂടി കൂടെ വാന്ന് പറയുമ്പം ഇല്ല ദേവി ഞാനിപ്പോൾ വന്നാൽ ശരിയാവില്ല, അച്ഛൻ പാർട്ടി ഓഫീസിൽ നിന്ന് കുറച്ച് പേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അവർ വന്നതിന് ശേഷമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ, തൽക്കാലം ദേവി പോയി ചടങ്ങിൽ പങ്കെടുക്കുന്നു. ആ സമയത്ത് ദേവികയാണെങ്കിൽ പറയുന്നുണ്ട് നന്ദു ഇല്ലാതെ ഞാനൊരു ചടങ്ങിലും പങ്കെടുക്കാൻ പോകില്ല, നന്ദു എപ്പോൾ വരുന്നോ അപ്പോഴേ ഞാൻ അതിന് പോകണുള്ളൂ. ആ സമയം നന്ദൻ പറയുന്നുണ്ട് ഇത് നമ്മളുടെ വ്യക്തിപരമായ കാര്യമല്ല, രാഷ്ട്രീയ കാര്യം, അതുകൊണ്ട് അവിടെ നോക്കി നിൽക്കുന്ന നേതാക്കളെയും പ്രവർത്തകരെയും മണ്ടന്മാരാക്കാൻ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് നീ പോയി സത്യപ്രതിജ്ഞ ചെയ്യണം. സമയത്ത് ദേവിക പറയുന്നുണ്ട് എന്തായാലും ഇത്രയും സമയമായില്ലേ, കുറച്ച് നേരം കൂടി നോക്കാം, ഡോക്ടർ എന്താ പറയണതെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ നന്ദനെ വിളിക്കുന്നുണ്ട്. നന്ദനെ വിളിച്ച് നന്ദൻ ഫോൺ എടുത്തതും ഇപ്പം എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പം ഇവിടെ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഡോക്ടർ കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ടേ അവരെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ദേവി ഇവിടെ നിൽക്കുക, ഞാനും പോയിട്ടില്ല എന്ന്. സമയം പ്രഭാവതി പറയുന്നുണ്ട് ഇലക്ഷനിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനുശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു, ഇപ്പോൾ ജയിച്ചതിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ ദേവിക പോവാണ്ടിരുന്നാൽ എങ്ങനെയാണ്, അത് ദേവിക ഉറപ്പായിട്ടും പോകണം, അത് നടത്തിയില്ലെങ്കിൽ പാർട്ടിക്കാർക്കും എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാകും. ആ സമയം നന്ദൻ പറയുന്നുണ്ട് ഞാൻ ദേവിയോട് പല പ്രാവശ്യം പറഞ്ഞു, ദേവി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കണില്ല, ഞാനിനി എന്ത് ചെയ്യാനാ അമ്മേന്ന്. ആ സമയം പ്രഭാവതി പറയുന്നുണ്ട് നീ എന്നാൽ ദേവികയുടെ കയ്യിൽ ഫോണൊന്ന് കൊടുത്തേന്ന്. അങ്ങനെ നമ്മളുടെ നന്ദനാണ് ഈ ഫോൺ ദേവികയ്ക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയം ദേവി ഹലോ അമ്മേ എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ അവിടെയല്ലേ വിശേഷങ്ങൾ, ആസ്പത്രിയിൽ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കണം. അന്നേരം നമ്മുടെ ദേവികയാണെങ്കിൽ പറയുന്നുണ്ട് ഇവിടെ ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ ഡോക്ടറുടെ ഇത് കിട്ടാതെ പോകാനേ എങ്ങനെയാണ്, അതുകൊണ്ട് ഇവിടെ നിൽക്കണേ, എന്തായാലും മോളൊരു കാര്യം ചെയ്യുക, അവിടെ നന്ദനെ നിർത്തിയിട്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ നോക്ക്, സത്യപ്രതിജ്ഞയുടെ സമയം കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് പറഞ്ഞു. സമയം ദേവിക പറയുന്നുണ്ട് നന്ദു ഇല്ലാതെ ഞാൻ എങ്ങനെയാമേ സത്യപ്രതിജ്ഞയ്ക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ അതിന് സിദ്ധു ഇല്ല അവിടെ, സിദ്ധു മതിയില്ലോ, മോൾ അങ്ങോട്ട് ചെല്ലില്ലെങ്കിൽ അത് പ്രശ്നമാവും കേട്ടോ, അതുമാത്രമല്ല ഈ ആക്സിഡൻറ്റും ആളുകൾ വളച്ചൊടിച്ച് മോൾക്കെതിരാകും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോൾ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. ഇതേസമയം നമ്മളുടെ രാധികയും മാധവനും ശാരികയും ഇങ്ങനെ TV ഓൺ ചെയ്ത് വെച്ച് നോക്കിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് വരുന്നത് നോക്കി. അങ്ങനെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങി. ഓരോരുത്തരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ശാരിക പറയുന്നുണ്ട് ചേച്ചിയുടെ ചടങ്ങ് ഇപ്പോൾ തുടങ്ങും, നമുക്ക് അത് കഴിഞ്ഞിട്ട് TV ഓഫ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിങ്ങനെ TV നോക്കുന്ന സമയത്ത് ദേവികയുടെ ആണെങ്കിൽ കാണുന്നില്ല. അങ്ങനെ അവർ ആകെ ടെൻഷനായിട്ട് ദേവികയുടെ ഫോണിലേക്ക് ശാരിക വിളിക്കുന്നുണ്ട്. ദേവിക ആ സമയം ഹോസ്പിറ്റലിൽ ആ ഒരു വൃദ്ധയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഫോൺ ബെല്ലടിക്കണതും ശാരിയാണല്ലോ വിളിക്കണേന്നും പറഞ്ഞ് ദേവിക വേഗം തന്നെ ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുത്തതും എന്താ ശാരി എന്ന് ചോദിക്കുമ്പോൾ അല്ല ചേച്ചി ഇത് എവിടെയാണ്, ചേച്ചിയുടെ പരിപാടിയൊന്നും TV കണ്ടില്ലല്ലോ എന്ന് പറയുമ്പം അത് ഞങ്ങൾ വന്ന വഴിക്കൊരു അപകടം പറ്റി, ഞാനും നന്ദും ഇപ്പോൾ ഹോസ്പിറ്റലാന്ന് പറയുന്നത്. അത് കേട്ടതും ശാരികയാണെങ്കിൽ ഇത് ആക്സിഡൻറ്റ് പറ്റിയത് നന്ദനക്കൊക്കെയാന്ന് ഓർത്ത് ആകെ ഇങ്ങനെ പേടിച്ച് കരയുന്നുണ്ട്. ആ സമയം രാധിക വന്നിട്ട് എന്താ മോളേന്ന് ചോദിക്കുമ്പോൾ അല്ല ചേച്ചിക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു. അങ്ങനെ രാധിക ഫോൺ മേടിച്ച് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട് ഞങ്ങൾക്കല്ല ആക്സിഡൻറ്റ് പറ്റിയത്, നന്ദു ഓടിച്ച കാർ ഇടിച്ച് ഒരു സ്ത്രീക്ക് അപകടം പറ്റി, അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവരിപ്പോൾ ഹോസ്പിറ്റലിൽ അവർക്ക് ബോധം വരാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന്. ആ സമയം രാധിക പറയുന്നുണ്ട് ഇതിപ്പോൾ എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നതിന് വിപരീതമായിട്ടാണല്ലോ വന്നെ, ഇനിയിപ്പോൾ ഇത് വല്ല ദൈവകോപം ആയിരിക്കുമെന്ന്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മാധവൻ അങ്ങോട്ട് വരുന്നുണ്ട്. മാധവൻ വന്നത് എന്താ രാധികയെന്ന് ചോദിക്കുമ്പോൾ മാധവേട്ടനെ അറിഞ്ഞില്ലേ നന്ദനും ദേവികയും പോയ കാറ് ഒരു സ്ത്രീയെ ഇടിച്ചു, അവരെയും കൊണ്ട് ഇപ്പോൾ അവർ ആസ്പത്രിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനൊന്നും പോയിട്ടില്ല എന്ന്. അത് കേട്ടതും മാധവനാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി പോകുന്നുണ്ട്. പിന്നീട് നമ്മളുടെ പ്രഭാവതിയോട് രജനി ചോദിക്കുന്നുണ്ട് ശരിക്കും അമ്മയുടെ പ്ലാൻ എന്താ, അമ്മയൊക്കെ ദേവികയോട് ഇഷ്ടമുണ്ടായിട്ടാണോ ഇങ്ങനെയൊക്കെ പെരുമാറിയത്, അതോ അല്ലെങ്കിൽ അമ്മയുടെ അഭിനയമാണോ എന്ന് ചോദിക്കുമ്പം ഒരു കണക്കിന് ഞാൻ നടത്തിയത് അഭിനയം, അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ ദേവിക ആ അരുന്ധതിയുടെ വാക്ക് കേട്ട് നമുക്കെതിരാവും, അരുന്ധതി ദേവികയെ മത്സരരംഗത്തേക്ക് ഇറക്കിയത് തന്നെ അവളുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനാണ്, നമ്മളെ ശത്രുഭാഗത്ത് നിർത്തി നമുക്കെതിരെ യുദ്ധം വെട്ടാനാണ് അവൾ ദേവികയെ
MLA ആക്കിയത്. അതൊരിക്കലും നടക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ദേവികയോട് ഇങ്ങനെ സ്നേഹമൊക്കെ അഭിനയിച്ചു പെരുമാറുന്നത്. അല്ലാതെ എനിക്ക് ദേവികയോട് അത്ര സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല. അതുമാത്രമല്ല, ഇതിനൊക്കെ കാരണക്കാരി അവളാണ്. അന്ന് ഞാൻ ഒരുപാട് പറഞ്ഞതാണ് ഇതിൽ നിന്ന് പിന്മാറാൻ. അന്ന് അവളത് അനുസരിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ മത്സരിക്കാനോ തോക്കാനോ പോകണില്ലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും നോക്കി അടങ്ങി ഒതുങ്ങി നടന്നേനെ. ഇതിനൊക്കെ കാരണക്കാരിയായ അവളെ ഞാൻ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. അത് കേട്ടത് നമ്മളുടെ രജനിയുടെ മുഖമൊക്കെ ആണെങ്കിൽ സന്തോഷം കൊണ്ട് ഇങ്ങനെ തെളിയുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.